ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ഉം 2ഉം ചാപ്റ്റർ ഒരു റിവിഷൻ നടത്തുവാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നേരത്തെ ഇട്ടാ കുഞ്ഞുങ്ങളെ, എന്നാലും ഓടിച്ചിട്ടൊന്ന് പറയാം. തന്നെയല്ല ഇതിനകത്തിൽ ഒരു 5-6 കണക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണേ. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ലൈൻസ് ആൻഡ് സർക്കിൾ എന്നുള്ള പാഠമാണ് ആണല്ലോ. അതിനകത്തിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് സാധാരണ സ്കെയിൽ വെച്ചിട്ട് ഒരു ചതുരം വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ. ഇവിടെ ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സൈഡ് ഈ 0 മുതൽ എടുക്കണേ കുഞ്ഞുങ്ങളെ. എപ്പോഴും 5 സെൻറ്റിമീറ്റർ ഏതാണ്? 0 മുതൽ 5 വരെ ഇവിടെയും വരണം അല്ലേ. ഇവിടെയും 0 മുതൽ 5 വരണം. ഇവിടെ നമുക്ക് അതായത് നീളം അല്ലെ ലെങ്ത് 5, ഇവിടെയും ലെങ്ത് ആണ്. ഇത് രണ്ടും ലെങ്ത് 5 ആണ്. ഇത് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 3 അത് വെച്ച് നമുക്ക് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ അറിയാമല്ലോ. അറിയണേ എന്താണ്? നീളം 5 ആണ്, വീതി 3 നീളവും വീതിയും ലെങ്തും ബ്രെഡ്ത്തും കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇത് വെച്ച് വരയ്ക്കാൻ അറിയാം. കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നീളമാണ്, ഇത് വീതിയാണ്. അപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചാൽ സ്കെയിൽ വെച്ചല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഈ സെറ്റ് സ്ക്വയർ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ, എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം. എന്താ സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 180 ഡിഗ്രി ഉള്ള ഒരു ആംഗിളാണ്, ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ 180 ഡിഗ്രി ഉള്ള ഒരു 180 ഡിഗ്രി ആവും നിങ്ങളെ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ. ഈ സാധനത്തിൻ്റെ പേര് രണ്ടും എന്താണ്? സെറ്റ് സ്ക്വയർ ആണ് കേട്ടോ. ഇത് അറിയാൻ പറ്റുന്നുണ്ടോ? സെറ്റ് സ്ക്വയർ ആണ്. ഇതിൻ്റെ ഡിഗ്രി അളവ് എപ്പോഴും 180 ഡിഗ്രിയാണ്. ഓക്കെ ആണോ നിങ്ങളെ? ഈ സ്പീഡിൽ പറയുന്നത് വെച്ചാൽ 2 ചാപ്റ്ററും കൂടെ ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടിയൊന്നും തോന്നില്ലേ. അപ്പം നിങ്ങൾക്ക് എളുപ്പം കണ്ട് പഠിക്കാമല്ലോ. അപ്പം ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഏറ്റവും ചെറിയ വശം 30 ഡിഗ്രിയാണ്. ആ 30ൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം എത്ര നിങ്ങളെ? 30ൻ്റെ നേരെ ഓപ്പോസിറ്റ് 60 പിന്നെ ഇതിനെ നേരെ വെച്ചാൽ ഇത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇതാണ് ഒരു സെറ്റ് സ്ക്വയർ. ഇനി അടുത്ത് നോക്കിക്കേ. രണ്ട് വശവും ഒരുപോലെ ഇരിക്കുന്നത് 45 ഡിഗ്രി വെച്ചാണ് 45. പിന്നെ നേരെ ഇരിക്കുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 3 വശം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം കുഞ്ഞുങ്ങളെ? 180 വരണം. അത്രയേ ഉള്ളൂ. സെറ്റ് സ്ക്വയറിൻ്റെ ഒരെണ്ണത്തിൻ്റെ മെഷർ എപ്പോഴും 180 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കുമെന്നാ? ഈ സെറ്റ് സ്ക്വയർ നോക്കിക്കുക, ഓരോന്നും ഓരോ രീതി ഇരിക്കുക ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഓരോ ചതുരം വരയ്ക്കുമെന്നാ നോക്കിയോ കുഞ്ഞുങ്ങളെ. ഫസ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ ലിങ്ക് ഇട്ടുകൊണ്ട് എഴുതി വെച്ചിരിക്കുക കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നോക്കിക്കേ, നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളം, നമുക്ക് സെറ്റ് സ്ക്വയറിലോ സ്കെയിലിലോ 5 സെൻറ്റിമീറ്റർ നീളം എടുക്കുക. കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക്. പിന്നെ തെറ്റിപ്പോകുന്ന എന്തോന്നോ, 0 മുതലാണ് എടുക്കേണ്ടത്. മിക്ക കുട്ടികളും 1 മുതൽ എടുക്കുന്നത് കാണുന്നുണ്ട്. 1 മുതലല്ല കുഞ്ഞുങ്ങളെ, 0 മുതലാണ്. അതെപ്പോഴും ഓർത്തോണേ. 0 മുതൽ 5 വരെയാണ് ഇതിൻ്റെ നീളം. ഇനി നിങ്ങൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കൂ എന്നാ പറയുന്നത്. ഈ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ എല്ലാം ഓരോ വശം വെച്ച് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിക്കേ, ഇത് വെച്ച് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് കണ്ടോ, ഈ സെറ്റ് സ്ക്വയർ നോക്കിക്കേ. നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതിനകത്ത് നോക്കിക്കേ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയല്ലയോ ഇതൊക്കെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡൗട്ട് മാറ്റാൻ വേണ്ടി സ്കെയിൽ എടുക്കുക കേട്ടോ. നിങ്ങളെ ഇത് നിങ്ങൾക്ക് ഡൗട്ട് മാറാൻ വേണ്ടി നമ്മുടെ ആ വരയിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? 3 സെൻറ്റിമീറ്റർ നീളം കാണുന്നുണ്ടോ നിങ്ങളെ? നമ്മളോട് 3 അല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ ആ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് മാറ്റിയിട്ട് 3 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലായല്ലോ. ഇനി ആ സെറ്റ് സ്ക്വയർ എന്താണ് ഇവിടെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ അതേ രീതിയിൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ സ്കെയിൽ അതേ രീതിയിൽ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അവിടെയും വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി 3 എടുത്ത് കഴിഞ്ഞിട്ട് മേളിൽ ഉണ്ടല്ലോ എത്ര വരണം? 5 സെൻറ്റിമീറ്റർ വരികയും ചെയ്യും. അതായത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ. സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുന്നതാണ് നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ. അതൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ. ഇനി ഈ സെറ്റ് സ്ക്വയർ മാത്രമല്ല, നമുക്ക് 2 സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2ൻ്റെ ഈ 6 സൈഡ് വെച്ച് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 6 സൈഡ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. നോക്കിക്കേ, ഈ സെറ്റ് സ്ക്വയർ ചെറിയ വശം വെച്ചാൽ നോക്കൂ നിങ്ങളെ. കണ്ടോ, ഏറ്റവും ചെറിയ വശം കണ്ടോ? ഇതിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ 3, ഈ ചെറിയ വശം വെച്ചാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് എന്താണ് ഇവിടെ 3 സെൻറ്റിമീറ്റർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പുതിയത് മേടിച്ച് കാണുമെന്ന് എനിക്കറിയാം ഈ വർഷം. അപ്പം നിങ്ങൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ തന്നെ വെക്കുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങളെ? 3 സെൻറ്റിമീറ്റർ 0 മുതൽ 3 വരെയാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 0 മുതൽ 3 സെൻറ്റിമീറ്റർ ആണ്. 0 to 3 കണ്ടോ? 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ആ സെറ്റ് സ്ക്വയർ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് വീണ്ടും ഇത് ഞാൻ നേരത്തെ ഒത്തിരി വട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ സെറ്റ് സ്ക്വയറിനെ തിരിച്ച് വെച്ചിട്ട് ഈ സെറ്റ് സ്ക്വയറിനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ വരെ പകുതി വരെ കൊണ്ടുവന്നിട്ടും അല്ലെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടും നമുക്ക് ഒരു ചതുരം വരയ്ക്കാവുന്നതാണ്. കണ്ടോ?
ചതുരം എന്ന് വെച്ചാൽ എന്താ 4 മൂല അല്ലേ, 4 കോർണർ, 4 കോർണറായില്ലേ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം അല്ലേ, അങ്ങനെ. ഇനി നമുക്ക് എന്താ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് വരയ്ക്കാമെന്ന് പറയുന്നുണ്ട്, ട്രയാങ്കിൾ വരയ്ക്കാം, ത്രികോണം വരയ്ക്കാമല്ലോ നിങ്ങൾ. എന്താ ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വരയ്ക്കുക, ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ടും വരയ്ക്കുക കേട്ടോ. 3 കൂടി ഇവിടെ കൂട്ടി യോജിക്കുന്നിടത്ത് എന്ത് വരുന്നു, അവിടെ ഒരു പോയിന്റ് വരുന്നു. ആ രണ്ടും കൂടെ കൂട്ടി മുട്ടുന്ന സൈഡ് കണ്ടോ, കൂട്ടി മുട്ടുന്നിടം വരുമ്പോൾ എന്താവുന്നു, ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ലിങ്ക് നമ്മുടെ ഫസ്റ്റ് ഇതിൽ പോയിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ എന്താണ്, ഒരു സെറ്റ് സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സെറ്റ് സ്ക്വയർ എന്താ കുഞ്ഞുങ്ങളെ, ഇതിന് നേരെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 90 ഡിഗ്രിയാണ്. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ മെഷർ അല്ലേ, ഒരു റെക്റ്റാങ്കിൾ കണ്ടോ കുഞ്ഞുങ്ങളെ, റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങളെ, റെക്റ്റാങ്കിൾ നോക്കിക്കേ, അതിൻ്റെ 4 സൈഡും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 4 കോർണറും എത്ര കുഞ്ഞുങ്ങളെ, 90 ഡിഗ്രി, 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇത് സെറ്റ് സ്ക്വയർ, നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ സെറ്റ് സ്ക്വയറിനെ നേരെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നേരെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, കാണുന്നുണ്ടല്ലോ. ഇതാണ് സംഭവം. സെറ്റ് സ്ക്വയറിനെ നേരെ വെച്ചും വരയ്ക്കാവുന്നത്. ആണ്ടെ ഇത് സെറ്റ് സ്ക്വയറിനെ ചരിച്ച് വെച്ചിട്ട്, ഇതൊക്കെ നമ്മൾ കുറേ ചെല്ലി വെറുതെ സമയം കളയേണ്ട. കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ചെറിയ വശം, അതെ ഇതല്ല എന്ത് ചെയ്യും, അതെ ഇത് വെച്ചിട്ടാണ് ഇതും വരച്ചേക്കുന്നത്. അത് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ട് വരയ്ക്കാനുള്ള നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചാപ്റ്ററിൽ പിന്നെ എന്താ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എങ്ങനെ റെക്റ്റാങ്കിൾ എന്താ ചതുരം വരയ്ക്കുമെന്നാണോ പഠിച്ചത്. പക്ഷെ ഇനി നമ്മൾ ആ പാഠത്തിനകത്തിൽ വൃത്തം, പാഠത്തിൻ്റെ പേരും എന്താണ്, പാഠത്തിൻ്റെ പേര് ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ എന്ന് വെച്ച് സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, അത് വരയ്ക്കാൻ നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഞാൻ വേണേൽ ഒരെണ്ണവും കൂടെ ഒന്ന് വരച്ച് തരാം, നിങ്ങളുടെ ഡൗട്ട് അങ്ങ് മാറട്ടെ. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഇതൊന്നും ഞാൻ ഇതെവിടെ ഇത് ധൃതിയിൽ ഓടുന്നതെന്ന് വിചാരിക്കും കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, കണ്ടേ ഈ പോയിന്റ് വെച്ചിട്ട് കണ്ടേ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്നത്. നമ്മളോട് 3 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ കുഞ്ഞുങ്ങളെ, കണ്ടേ ഈ 0-യിൽ കേട്ടോ, 0 കാണുന്നുണ്ടോ, കണ്ടേ ഈ 0-യിൽ തൊട്ടിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കണം കേട്ടോ. 0-യിൽ തൊട്ടിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കണം. നിങ്ങളുടെ പുതിയ കോമ്പസും സ്കെയിലും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ കണ്ടോ 3 സെൻറ്റിമീറ്റർ എടുക്കണം. മനസ്സിലായോ? എന്നിട്ട് വേണം ആ നമ്മൾ എപ്പോഴും എന്താണെന്നറിയോ, ഒരു കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ ആ കോമ്പസിനേക്കാൾ ചെറിയതാണ് പെൻസിൽ ഇടേണ്ടത്. അത് വലിയ പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളോടല്ലേ കൈ തട്ടി മെഷർ മാറും. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആദ്യത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോമ്പസിനകത്തിൽ നല്ലൊരു ചെറിയ പെൻസിൽ ഇടുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. എന്നിട്ട് അത് നല്ലപോലെ മുറുക്കി ടൈറ്റ് ചെയ്ത് നമ്മുടെ ആ തറയുമായിട്ടാണ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് രണ്ടും ഒരേ ലെവലിലാക്കിയിട്ട് വേണം എപ്പോഴും എന്ത് ചെയ്യാൻ, സർക്കിൾ വരയ്ക്കാൻ. കാണുന്നുണ്ടോ നിങ്ങളെ? ആ കോമ്പസെ മാത്രമേ നമ്മൾ പിടിക്കാവൂ, ഒരു കാരണവശാലും പെൻസിലെ പിടിക്കരുത്. എന്നിട്ട് വേണം കറക്കാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റിന് ആ സെൻറ്റർ എന്ന് പറയും, സെൻറ്റർ കേട്ടോ. ഇതിനെയാണ് എന്താ പറയുന്നത്, സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം, മലയാളംകാർക്ക് കേന്ദ്രം. ഇനി നമ്മൾ ഈ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് വരച്ചാലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരച്ചാലോ എങ്ങോട്ട് വേണോ, ഇതിൻ്റെ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും വരയ്ക്കുന്നതിനെ എന്താ നമ്മൾ പറയുന്നത്, റേഡിയസ് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് അല്ലെങ്കിൽ ആരം എന്തുകൊണ്ടാണ്, സെൻറ്ററിൽ നിന്നും പോകുന്നതാണ്. എന്നാൽ സെൻറ്ററെ ടച്ച് ചെയ്ത് ഫുള്ള് വരയ്ക്കുന്ന വര, സെൻറ്ററിനെ ടച്ച് ചെയ്തിട്ട് ഫുള്ള് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ റേഡിയസ് എന്നാണ് ഡയാമീറ്റർ എന്നാണ് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ, ഡയാമീറ്റർ. ഓക്കെ ആണോ? ഡയാമീറ്ററിൻ്റെ മലയാളം എന്താ, വ്യാസം. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ ഇതെന്താ കുഞ്ഞുങ്ങളെ, ഇത് സെൻറ്റർ CNTRE ആണ് സെൻറ്റർ. സെൻറ്റർ എന്ന് വെച്ചാൽ കേന്ദ്രം എന്നാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ മലയാളവും ഇംഗ്ലീഷും കിട്ടിയല്ലോ. നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൃത്തം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ കുഞ്ഞുങ്ങളെ, 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എന്താണ് 0 മുതൽ 3 വരെ കോമ്പസിൽ എടുക്കുക. കോമ്പസും പെൻസിലും വൃത്തിയായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, വൃത്തം വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്താണ്, റേഡിയസ് അല്ലെങ്കിൽ ആരം എന്തുവാണ്, ഡയാമീറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ എന്താ നിങ്ങളെ, നമ്പർ വേൾഡ്, എന്താ സംഖ്യാലോകം. നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ, ഇതിൻ്റെ എല്ലാം സ്പെല്ലിംഗ് ആണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അത് മലയാളം മീഡിയക്കാർക്കും എഴുതി വെച്ചിട്ടുണ്ട്. 1 10 100 1000 10,000 എന്നുള്ളതാണ് കേട്ടല്ലോ. ആദ്യം എന്താണ് ഇതിൻ്റെ സ്പെല്ലിംഗ്, 1000ൻ്റെ 100ൻ്റെ ഒക്കെ സ്പെല്ലിംഗ് തെറ്റിക്കുന്നവരുണ്ട്. അതാണ് എടുത്ത് പറഞ്ഞത്. ആദ്യം എൻ്റെ സ്പെല്ലിംഗ് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര 0 ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കുക 10,000 അല്ലെങ്കിൽ 10,000-നകത്തിൽ എത്ര 0 ഉണ്ട്,
എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 4 സീറോ. അതങ്ങ് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. എന്താ ഇപ്പോൾ 1,00,000 രൂപ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക 1,00,000 അല്ലെങ്കിൽ 1 ലാഖിൽ എത്ര സീറോ ഉണ്ട്? 1,00,000 5 സീറോ ഉണ്ട് കേട്ടോ. നല്ല ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് ഇത് പറയാൻ നമുക്ക് നല്ലപോലെ മനപ്പാടമാക്കി വെച്ചിരിക്കണം. 10 എന്ന് പറയുന്നതിൽ എത്ര സീറോ ഉണ്ട്? ഇതൊക്കെയാവും നിങ്ങൾക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ നമ്പർ വേൾഡിനകത്തിൽ 2 സിസ്റ്റം പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യനും ഒന്ന് ഇന്റർനാഷണലും, വിദേശ രാജ്യങ്ങളിൽ പറയുന്നതും പിന്നെ നമ്മൾ ഇന്ത്യക്കാർ പറയുന്നതും എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോറ് എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് ആണല്ലോ. സംശയമില്ലല്ലോ. എന്താ കുഞ്ഞുങ്ങളെ? വൺസ് ഒറ്റ അല്ല ഒന്ന് എന്താ ഞങ്ങളൊക്കെ പണ്ട് ഒറ്റ 10 100 പറയുന്നത് കേട്ടോ. പണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ പറയും. ഞാൻ മലയാളം മീഡിയം ആയിരുന്നു കുഞ്ഞുങ്ങളെ. അപ്പം മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന മിക്ക കുഞ്ഞുങ്ങളും എന്താ ഒറ്റ 10 100 1000 എന്നാണ് പറയുന്നത്. പക്ഷേ എന്താ ഒന്നെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്നുകൾ ഒന്ന് പിന്നെ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മലയാളം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യയുടെ നെയിം എഴുതാൻ നിങ്ങൾക്ക് ആദ്യം അറിയണം. ഒരു സംഖ്യ തന്നാൽ അതിനെ എങ്ങനെ കൂട്ടി വായിക്കും? നെയിം എന്ന് വെച്ചാൽ എന്താ? അതിനെ എങ്ങനെ കൂട്ടി വായിക്കും? ഒരു എക്സാമ്പിൾ താണ്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? നോക്കിയേ. എപ്പോഴും നിങ്ങൾ ഒരു സംഖ്യ തരുമ്പോൾ താണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് വലത്തോട്ടല്ല ചെല്ലേണ്ടത്. ഫസ്റ്റ് എങ്ങനെയാ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ ലെഫ്റ്റിലോട്ട്, നമ്മുടെ ഇടത്തെ ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ട് വേണം കേട്ടോ, ലെഫ്റ്റിലോട്ട്. അപ്പം 1s 10s 100 1000 10,000 മനസ്സിലായോ നിങ്ങളെ? അപ്പോൾ ഇവിടെ എത്ര 1s ഉണ്ട്, എത്ര 10s ഉണ്ട്, എത്ര 100 ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? എത്ര 1കളുണ്ട്, എത്ര 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, 10,000 ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ എത്ര 10,000 ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളെ? 4 10,000 ഉണ്ട്. എത്ര 100 ഉണ്ട്? 3 100 ഉണ്ട്. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു സംഖ്യ തരിക നോക്കൂ കുഞ്ഞുങ്ങളെ. ഞാൻ എപ്പോഴും പറഞ്ഞു എന്താണ്, ലെഫ്റ്റിലോട്ടാണ് ചെല്ലേണ്ടത്. അപ്പോൾ 1s 10s 100 1000 10,000 ലാക്ക്, എത്ര ലാക്ക്? 2 ലാക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ എത്ര? 4 1s. ഇത് നിങ്ങളങ്ങ് പഠിച്ചിരിക്കണം കേട്ടോ. ഇത് കറക്റ്റായിട്ട് പറയുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഇത് തെറ്റത്തില്ല. 4 1s 5 10s 8 100 6 1000 4 10,000 2 ലാക്ക് കേട്ടോ. ഇനി ഇത് കൂട്ടി വായിക്കാൻ അറിയണം. എത്ര? അതായത് ഒറ്റ 1 10 100 1000 അല്ലേ? ഇതിൻ്റെ എല്ലാം മലയാളം ഇനി ഞാൻ പറയണ്ടല്ലോ, അറിയാലോ നിങ്ങളെ. അപ്പോൾ ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ നോക്കിക്കേ, ഇവിടെ എത്ര വന്നു? 2 ലാക്ക്. അപ്പം നമ്മൾ 2 ലാക്ക് പിന്നെ എത്ര? 46,800 54 കേട്ടോ. നിങ്ങൾ ഈ അമ്മമാരെ കയ്യിലൂടെ കൊടുത്തിട്ട് അവരോട് ഒരു ഇച്ചിരി സമയം എടുത്തിട്ട് നിങ്ങളോട് ഇതൊന്ന് പറഞ്ഞു തരാൻ പറയണം കേട്ടോ. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് രക്ഷകർത്താക്കൾ കൂടി ഇരുന്ന് പഠിപ്പിക്കണം കേട്ടോ. ഞാൻ അങ്ങനെയേ പറയത്തുള്ളൂ. കാരണം അവർക്കിത് തന്നെ പഠിക്കാനുള്ള പ്രായമായിട്ടില്ല. നമ്മളെപ്പോഴും എന്താ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു 10നും 100നും 1000നും 10,000നും ഒക്കെ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണമെന്ന് കേട്ടോ. ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്പീഡിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ ഇത് പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് കേട്ടോ, പ്ലേസ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇതിൻ്റെ ഇപ്പം ചോദിക്കുക 6 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 6,000 ആണ്. അവിടുത്തെ 6,000 ആണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി കൂട്ടി വായിക്കാനൊക്കെ അറിയണം കുഞ്ഞുങ്ങളെ. സമയപരിധിയാണ്. പിന്നെ ദാണ്ട് ഇതിൻ്റെ എല്ലാം എഴുതുന്നത് ഇപ്പോഴും 7 മലയാളത്തിൽ എഴുതാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. 800 900 1000 ഇതെല്ലാം എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ഇത് വൃത്തിയായിട്ട് കണ്ടോ. ഇത് ഞാൻ ഇതൊക്കെ കാണിക്കാം. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് വൃത്തിയായിട്ട് കുഞ്ഞുങ്ങളെ എഴുതി പഠിപ്പിക്കണം. രക്ഷകർത്താക്കളുടെ അടുത്താണ്. രക്ഷകർത്താക്കൾ എന്താണ് ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ഇത് വൃത്തിയായിട്ട് എഴുതി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക തന്നെ വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടൊരു 10 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം എഴുതി കുഞ്ഞുങ്ങളെ കാണിക്കണം. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം 5000 6000 7000 ഒക്കെ എങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അവർ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയക്കാർ ചോദിക്കും ഞങ്ങൾക്കില്ലയോ ഈ മലയാളം മാത്രം പഠിച്ചാൽ മതിയെന്ന്. അവർക്കും ഉണ്ട് കുഞ്ഞുങ്ങളെ. ഏതാണ്ട് അവർക്കും ഉള്ളത് ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ലിങ്കിൽ പറഞ്ഞതുകൊണ്ട് അത്രയും സമയം കളയുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഇത് ദ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്താണ്? ഏറ്റവും വലിയ ഒറ്റക്ക സംഖ്യ, വലിയ ഒരു അക്ക സംഖ്യയാണ്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഏറ്റവും ചെറുത് ഏതാ കുഞ്ഞുങ്ങളെ? ഏറ്റവും ചെറുത് 1ഉമാണ്, വലുത് 9ഉമാണ് അല്ലേ? ഒരക്കമുള്ള ഏറ്റവും ഇപ്പം നമ്മൾ 1 2 3 4 5 6 7 8 9. ഏറ്റവും ചെറുത് 1ഉമാണ്, ഏറ്റവും വലുത് 9 ആണ്. 9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാ? 10 എന്ന് വെച്ചാൽ 2 എണ്ണം ഇല്ലേ? അപ്പോൾ 2 അക്ക സംഖ്യ ഇല്ലേ? ആ 10 മുതൽ 99 വരെ വരുന്നത് 2 അക്കമാണ്.
ആണല്ലോ. അപ്പം നമ്മളോട് ചോദിക്കുന്നത് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ദ സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഏതാവും നിങ്ങളെ? സ്മാളസ്റ്റ് ഏറ്റവും ചെറിയ ഒരു ഡിജിറ്റുള്ള നമ്പർ 1 ആണ്. ഏറ്റവും വലുത് തിരിഞ്ഞു പോകല്ലേ, ഏറ്റവും വലുത് 9 ലാർജസ്റ്റ് 2 ഡിജിറ്റോ? ഏറ്റവും വലിയ രണ്ടക്കം 99 ഏറ്റവും ചെറുത് 10 അതിനൊരു എളുപ്പവഴി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ്ട് സ്മാളും ലാർജും. എപ്പോഴും ലാർജ് എപ്പോഴും എന്താ, ഇപ്പം ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 5 9 അങ്ങിട്ട് വെക്കണം കേട്ടോ. എളുപ്പവഴിയാണ് കുഞ്ഞുങ്ങളെ. ഇപ്പോൾ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 3 9 അങ്ങിട്ട് വെക്കണം. ഒരാൾ പരീക്ഷയ്ക്ക് 3 3 3 ഞാൻ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് 3 9 ഇട്ട് വെക്കണുണ്ട്. 3 3 3 എന്ന് എഴുതി 3 9 എന്താ 9 3 ഇട്ട് വെച്ച വ്യക്തികളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ക്ലൂ പറയുന്നത് നിങ്ങൾ എന്താ അത് കേട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് എഴുതാൻ. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ 3 9 ഇടാനാണ് പറഞ്ഞത് കേട്ടോ. തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ. പിന്നെ എനിക്ക് ഇച്ചിരി സ്പീഡ് ഇപ്പോൾ കൂടുതലായതുകൊണ്ട് ഞാൻ പറയുന്നത് തിരിപോതാ എൻ്റെ പേടി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ലാർജസ്റ്റ് ചോദിക്കുമ്പോൾ ഈ 9 സ്മാളസ്റ്റ് ചോദിക്കുന്നത് കേട്ടോ. സ്മാളസ്റ്റ് 1 ഡിജിറ്റ് ആണെങ്കിൽ 1, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് ആണെങ്കിൽ 10, സ്മാളസ്റ്റ് 3 ആണെങ്കിൽ 100 ആണ്ടോ. ഇതിങ്ങനെ ഈ ഓർഡർ അങ്ങ് നിങ്ങൾ പഠിക്കാമെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ് കേട്ടോ. എന്താണ് വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരെണ്ണമാണെങ്കിൽ 9, രണ്ടക്കമാണെങ്കിൽ 2 9, 3 ആണെങ്കിൽ 3 9. ഇതങ്ങ് പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മുടെ ആ ഓർഡർ മറക്കല്ലേ. വൺസ് എന്താ ഒറ്റ 10 100 1000 10000 ലക്ഷം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. വൺസ് ടെൻസ് 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോറിൻ്റെ സ്പെല്ലിങ് മിക്ക ഉള്ളവരും തെറ്റുന്നുണ്ട്. തെറ്റിക്കല്ലേ. CROR തന്നെയാണ്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നോക്കുമ്പോൾ അവിടെ തെറ്റ് വരുന്നത് ഞാൻ കാണുന്നത് കൊണ്ടാണ്. അവിടെ വരുമ്പോൾ ഞാൻ എടുത്തു പറയുന്നത് അത് 100 വരെയും തെറ്റുന്നവരുണ്ട്. 100 1000-ന് THOUSEND എഴുതുന്നവരുണ്ട്. അതൊക്കെ തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത്. ക്രോറും തെറ്റിക്കുന്നവരുണ്ട്. CROR ആണ് ക്രോർ കോടി കേട്ടോ. പിന്നെ ഇന്ത്യൻ സിസ്റ്റം നോക്കൂ നിങ്ങളെ. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇന്ത്യൻ സിസ്റ്റം ഞാൻ പറയുന്നതിന് മുമ്പേ ഈ നമ്പർ നെയിം ഉണ്ട്. നമ്പർ നെയിം എന്ന് വെച്ചാൽ 438. ഇതൊക്കെ വേർഡ്സിൽ എഴുതുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എളുപ്പം പറയാം നിങ്ങളെ. ഇന്ത്യൻ സിസ്റ്റം ഇപ്പം നോക്കി 4 3 2 8 5 2 എന്നൊരു സംഖ്യ തരിക. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഫസ്റ്റ് 3 ഇടുക. ഫസ്റ്റ് 3 കണ്ടോ, ഇങ്ങോട്ടാണ് ഈ ആരോ ഓർക്കണം. എന്നിട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് 1 2 3 കേട്ടോ. പിന്നെന്താണ് അടുത്ത 2 ഓർത്തോണം. 3 ഇതാണ് ഫസ്റ്റ് 3 പിന്നെ 2 പിന്നെയും 2 2 2 എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് എത്ര ആണോ തരുന്നത് അത്രയും. മനസ്സിലാവുന്നുണ്ടോ എന്തോ? 3 2 2 2 2 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത്. കാരണം ഒരു വീട്ടിൽ 2 പേര് മിനിമം കാണണം. പക്ഷേ ഫസ്റ്റ് ഇവിടുന്ന് കയറി വരുന്ന വീട്ടിൽ 3 പേര് കാണണം. ഇത് എൻ്റെ ക്ലൂ കേട്ടോ. ഫസ്റ്റ് കയറി വരുന്ന വീട്ടിൽ അത് ഇന്ത്യൻ ആയാലും ഇൻ്റർനാഷണൽ ആയാലും 3 പേര് കാണണം. ഇന്ത്യനിലാണെങ്കിൽ 2 പേര് മതി കേട്ടോ. പക്ഷേ ഇവിടെ എന്താ ഒരാളേ ഉള്ളൂ. അപ്പം നമ്മളെന്താ 4,32,852 അതായത് 4,32,855. ഈ പറഞ്ഞതെന്ന് വെച്ചാൽ കോമയുടെ കാര്യത്തിലാണ് കേട്ടോ. കോമ എവിടെ കോമ ഇടും എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ ഈ നമ്പറിനെ ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം നോക്കിയോ നിങ്ങളെ. ഇൻ്റർനാഷണലിൻ്റെ പ്രത്യേകത 1 10 100 1000 10,000 അത് വരെ നമ്മുടെ ഇന്ത്യയിലെയാണ്. ഈ 10,000 കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? സാധാരണ ലാക്കാണ്. പക്ഷേ ഇൻ്റർനാഷണലിൽ ലാക്കില്ല കുഞ്ഞുങ്ങളെ. അവിടെ 100,000 എന്നാണ് പറയുന്നത്. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണം. എന്താ 10,000 കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണലിൽ ലാക്കില്ല, പകരം 100,000 ആണ്. പിന്നോ അവിടെ 10 ലാക്ക് ഇല്ല, പകരം മില്യണാണ്. അവിടെ കോടിയില്ല, പകരം 10 മില്യണാണ്. ഈ ഒരു ക്ലൂ അറിഞ്ഞു വെച്ചേക്കണം. അതായത് 1 10 100 1000 10,000 100,000 എല്ലാം 3 വെച്ചാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കൂ നിങ്ങൾ. 4 3 5 7 8 6 4 5 അങ്ങ് എഴുതുക. അപ്പോൾ എന്താ അവിടുത്തെ പ്രത്യേകത? എല്ലാ വീട്ടിലും 3 പേര് വെച്ച് കാണണമെന്ന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ. മറ്റേതെന്താ ആദ്യ വീട്ടിൽ 3 ഉണ്ടെങ്കിലും പിന്നെ 2 2 2 എന്ന് പറഞ്ഞ് പോവുക. ഇങ്ങോട്ട് പോകുന്ന കാര്യം കേട്ടോ. ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ഹാൻഡ്. അപ്പം ഫസ്റ്റ് എന്താണ്? ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 പേരില്ലാത്തതുകൊണ്ട് അവർക്ക് 2 പേരേ പറ്റത്തുള്ളൂ. എത്ര മിനിമം 3 പേരെ ആണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ക്ലൂ ഞാൻ പറഞ്ഞത് എന്തോന്ന് അറിയോ ഞങ്ങളെ? ഇപ്പോൾ ഒരു വീട്ടിൽ 3 പേരാണെങ്കിൽ ആ ആൾക്കാരുടെ പേര് എഴുതിയിട്ട് അവരുടെ വീട്ടുപേര് എഴുതാനാണ് ഞാൻ ക്ലൂ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് 1 10 100 അല്ലേ, അത് 1000 10,000 100,000 ഇതെല്ലാം 1000 അല്ലേ കുഞ്ഞുങ്ങളെ? ഇതെന്താ 1000 അല്ലേ? അപ്പോൾ അത് 1000ൻ്റെ വീടാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ആ 2 ബോക്സിൽ കയറ്റുമോ? 1000 കഴിഞ്ഞിട്ട് ഇവിടെ ആരുടെ വീടാണ്? മില്യൻ്റെ വീടാണ്. ആരാണ്? മില്യൺ എന്നാണ്. അപ്പോൾ എത്ര? ഞാൻ പറഞ്ഞ ക്ലൂ ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പം നോക്കിയേ 43 മില്യൺ
എത്ര 578 578 578,000 ആദ്യ സംഖ്യ എഴുതുക, പിന്നെ വീട്ടുപേര് എഴുതുക, പിന്നെ സംഖ്യ എഴുതുക, വീട്ടുപേര് എഴുതുക, പിന്നെ സംഖ്യ എഴുതുക. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് 1s 10s 100. ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് CBSE-കാരുടെയാണ്. അതാണ് ഞാൻ ഈ എടുത്ത ഓരോ വീടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കാൻ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 1s 10s 100, 1000 10,000 100,000. എന്താ നിങ്ങളെ 1000 10,000 100,000. ഈ 1000 എന്ന് പറയുന്നത് കണ്ടോ, അതിനാണ് ഞാൻ ഈ ബോക്സിൽ 1000-നെ ഒരുമിച്ച് കയറ്റി 1000 എന്നുള്ള വീട്ടുപേരും കൊടുത്തു. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയേ 2 സംഖ്യയേ ഉള്ളൂ. ആ 2 എണ്ണത്തിനെ ഇട്ടിട്ട് മില്യൺ എന്നുള്ള വീട്ടുപേരും കൊടുത്തു. അപ്പം നമ്മൾ സംഖ്യ എഴുതുക, വീട്ടുപേര് എഴുതുക, സംഖ്യ എഴുതുക, വീട്ടുപേര് എഴുതുക. ഇപ്പം പിടികിട്ടിയോ? അപ്പം നമ്മൾ അങ്ങനെ 43,578,643 എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ചെറുതായിട്ടെങ്കിലും പിടികിട്ടിയോ? നിങ്ങൾക്ക് ഇനി മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കി അടിച്ചിട്ട് കാണുക കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇത് സർക്കിൾ വരയ്ക്കുന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ഇച്ചിരി എടുക്കാനുണ്ടോ നിങ്ങളെ? നമ്മൾ എടുക്കാനുള്ളൂ നോക്കിയേ. In 2023 the minimum distance between the earth and the moon is എത്ര 35,000 ആണോ? 1s 10s 100 1000 10 lakh 3,56,569 അല്ലേ കിലോമീറ്റർ. ആൻഡ് മാക്സിമം ഈസ് എത്ര? മാക്സിമം വരുന്നത് ഈസ് 1s 10s 100 1000 10,000 ലാക്ക് ആണല്ലോ. 4,06,458 കിലോമീറ്റർ. അത് തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ കേട്ടോ. സംഖ്യകൾ എത്ര? അപ്പോൾ ഈ സംഖ്യകൾ നിങ്ങൾ വായിച്ചിട്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. എങ്ങനെ എഴുതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സിസ്റ്റം ആണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, ഫസ്റ്റിൽ 3 സംഖ്യ കൊടുക്കുക. 3 2 പിന്നെ എത്രയാണോ അങ്ങോട്ട് വരുന്നത് അത് വെച്ച് 3 2 2 എന്നാണ്. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആരാണ്? 3. ഇന്ത്യയിലാണെങ്കിൽ എന്താണ്? 1s 10s 100 1000 10,000 ലാക്ക്. മനസ്സിലായോ? അപ്പോൾ 3 ലാക്ക്. പിന്നെ ഇത് രണ്ടെന്താ? 56,569. അതായത് 3,56,569. ഓക്കെ ആണോ ഞങ്ങളെ? അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ. 1s 10s 100 1000 10,000 ലാക്ക്. അതായത് 1 10 100 1000 10,000 ലക്ഷം. നമ്മൾ പറഞ്ഞ രീതിയിൽ 3 2 ഇപ്പോൾ ഇവിടെ എന്താ 4,06,000 കണ്ടോ നിങ്ങൾ? ഇവിടെ ഈ 0 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോലെ 6,458. അതായത് 4,06,458. മലയാളവും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് കേട്ടോ. നോക്കി. അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് അനുസരിച്ച് ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ് എത്ര നോക്കിയേ? 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 3,34,06,061. ആൻഡ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യയിലോ നോക്കിയോ നിങ്ങൾ? 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. എത്ര കോടി? കോടി കഴിഞ്ഞാൽ കേട്ടോ, കോടി പോകല്ലേ, കോടി കഴിഞ്ഞാൽ എന്താ കൂട്ടി അങ്ങ് വായിച്ചാൽ കേട്ടോ, കാരണം കോടി വരെ നമുക്ക് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എത്ര ആണോ അത് ഒരുമിച്ച് അങ്ങ് വായിക്കുക. എത്ര? 121 കോടി. 121 കോടി. എത്ര വരുന്നത്? 8. പിന്നെ ഇവിടെ 0 വന്നേ അല്ലേ? 0 വന്നത് 8,54,977 എന്നാ അല്ലേ? ഇച്ചിരി കടുപ്പോ അല്ലയോ? എന്ന് വെച്ചാൽ ഇന്ത്യയിലാണെങ്കിൽ എന്താ നിങ്ങളെ 322 എന്നാണ്. 322 എന്നാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും ഇവിടെ എന്താ 2 വരാൻ? ഇവിടെ എന്താ നിങ്ങളെ? നമ്മൾക്ക് കോടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂട്ടി വായിക്കുക സാധാരണ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാട്ടോ, ഒന്നും തോന്നല്ലേ. അല്ല ഞാൻ 2 ഇട്ടിട്ട് പിന്നെ എഴുതുമല്ല, കോടിയുടെ ഇങ്ങോട്ട് വരുന്തോറും നമ്മൾ കൂട്ടി വായിക്കുക കേട്ടോ. അപ്പം ഇത് നോക്കിക്കേ. 3 ആദ്യത്തേൽ എന്താ നിങ്ങളെ? 3 പിന്നെ 2 പിന്നെയും 2 പിന്നെ ഇവിടെ 1 ഉള്ളൂ അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ കഴിക്കും? 1 10 100 1000 10,000 ലക്ഷം. അപ്പം എത്ര? 3,64,6,061 അല്ലേ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? 3,34,06,061. ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേത് എങ്ങനെ നമ്മൾ പറയും? മുമ്പ് പറഞ്ഞല്ലോ 121 121 കോടി. ഇത് മറക്കല്ലേ, 121 കോടി 3 2 2 അല്ലേ? അപ്പം 121 കോടി 8,54,987. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? വായിക്കാൻ പഠിക്കാനേ വായിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ടെസ്റ്റിലേക്ക് ചോദ്യം കേട്ടോ. ഹൗ മെനി 3-digit numbers are there having all the 3 digit
ഇത് ഇച്ചിരി ഒരു നല്ല ക്വസ്റ്റ്യനാണ്. നോക്കുമോ നിങ്ങളെ? നോക്കി, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിങ് ഓൾ ദ 3 ഡിജിറ്റ്. ഇവിടെ നോക്കി, നമുക്കൊരു 3 ഡിജിറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 3, 6, 9. 3, 6, 9 എന്ന് പറയുന്ന 3 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, 3 സംഖ്യ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാവുന്നത്? എത്ര 3 അക്ക സംഖ്യ ഉണ്ടാക്കാവുന്ന? ആദ്യം നമുക്ക് എന്ത് എഴുതാം? 3, 6, 9 എന്ന് തന്നെ എഴുതി കൂടായോ നിങ്ങളെ? ഫസ്റ്റ് 3ൻ്റെ ആണെങ്കിൽ 3, 6, 9. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 9നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് എഴുതിയതോ 3, 6, 9, 3, 9, 6. അപ്പം 3ൻ്റെ ജോലി കഴിഞ്ഞു. ഇത് എളുപ്പ വഴിയാട്ടോ. ഫസ്റ്റ് നമ്മൾ 3ൻ്റെ ചെയ്യാണ്. 3 എടുത്തിട്ട് 3, 6, 9 ഓൾറെഡി നമുക്ക് 3 ഡിജിറ്റായി. പിന്നെന്താ? ഈ 9 ഇപ്പുറത്ത് വന്നാൽ 3, 9, 6. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് അങ്ങ് സ്പീഡാണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം 3ൻ്റെ കഴിഞ്ഞ് ഇനി 6ൻ്റെ എടുത്താലോ? 6 ഒന്നുകിൽ 3, 9 കണ്ടേ? 6, 3, 9 പിന്നെ 6, 9, 3 നേരെ തല തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 6ൻ്റെ കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? ആദ്യം 3ൻ്റെ പിന്നെ 6ൻ്റെ ഇനി ആരാ? 9ൻ്റെ. അപ്പം 9, 6, 3 ഉണ്ട്. 9, 3, 6 ഉണ്ട്. അപ്പം മൊത്തം എത്ര ഉണ്ട് ടോട്ടൽ നമ്പർ? ടോട്ടൽ 9 വരുന്നില്ലയോ നിങ്ങൾ? ഇവിടെ 6 എന്നാണ് എഴുതി വെച്ചത്. 9 കേട്ടോ. മൊത്തം എത്ര? 9 നമ്പർ വരുന്നുണ്ട്. ഇല്ല 6, 9 6 കേട്ടോ. എന്താ? 1, 2, 3, 4, 5, 6 നമ്പർ വരുന്നുണ്ട്. 6 ശരിയാ. നോക്കിയേ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവിങ് ഓൾ ദ 3 ഡിജിറ്റ്. ഇനി നോക്കിക്കേ, 3 ഡിജിറ്റ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് എത്രണ്ണം ചെയ്യാൻ പറ്റുമെന്ന്? മൊത്തം 3 ഡിജിറ്റ്. എന്താ? 0, 2, 4 അല്ലേ? ഇത് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരിക്കലും 0യിൽ തുടങ്ങത്തില്ല. തുടങ്ങുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പിന്നെ തിരിച്ചിട്ട് 2, 0, 4 എഴുതാം അല്ലേ? പിന്നെ 2, 4, 0 എഴുതാമല്ലോ. പിന്നെ എങ്ങനെ? 4, 2, 0 എഴുതാം. 4, 0, 2 എഴുതാം. അപ്പം നമുക്കിവിടെ എത്ര എണ്ണം പറ്റും? 4 എണ്ണം പറ്റും. മനസ്സിലായോ? കാരണം 0യിൽ ഒരിക്കലും നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഇത് ഇച്ചിരി ട്വിസ്റ്റുള്ളൊരു കണക്കാവും നിങ്ങൾ. ഇതിൻ്റെ ഒരു എളുപ്പ വഴി ഞാൻ പറയാം. കാരണം ഇത് +1ൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് നോക്കിക്കേ, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവിങ് ദ ഡിജിറ്റ് 4, 5, 6, 7. എത്ര ഉണ്ട്? 4, 5, 6, 7. ഇതിന് എത്ര 4 ഡിജിറ്റ് നമ്പർ നമുക്ക് ഉണ്ടാക്കാവുന്നത്? ഇതിനൊരു എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മളൊരു ബോക്സ് വരയ്ക്കുക. മൊത്തം എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ നമ്മൾ 4 കോളം കൊടുക്കുക. 4 കോളം കൊടുക്കുക. 1, 2, 3, 4. അതിൽ എത്ര സംഖ്യ ഉണ്ട്? ആദ്യമേ 4 ഇല്ലയോ? 4 എണ്ണം അങ്ങ് പോയി. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 3. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 1. അതായത് 4 × 3 × 2 × 1. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട. കാരണം ഇത് ഒരുപാട് ആലോചിച്ച് ചെയ്യാനുള്ളതാണ്. ഒരു എളുപ്പവഴി മാത്രം ഞാനിത് പറയുകയാണ്. 4, 3, 12, 12, 2, 24. 24 × 1 24 തന്നെയാണ്. ആൻസർ 24 വരും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? എത്ര സംഖ്യയുണ്ട് മൊത്തം? 1, 2, 3, 4. 4 സംഖ്യയുണ്ട്. അപ്പം നമ്മൾ 4 കോളം കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഏതാണ്? ആ 4 എണ്ണത്തിനെ ആദ്യം എഴുതുക. അതിൻ്റെ പൊസിഷൻ കൊടുക്കുക 4. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അത് 3. പിന്നെ എത്ര ഉണ്ട്? 2, 1 കേട്ടോ. അങ്ങനെ 24 കിട്ടും. ഇതൊരു എളുപ്പവഴി മാത്രമാണേ കേട്ടോ. കാരണം നിങ്ങൾ 5ാം ക്ലാസ് അല്ലേ. ഇത് +1ൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 0. ഹൗ മെനി വിത്തൗട്ട് 0? നോക്കൂ നിങ്ങളെ, ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ മൊത്തം എത്ര ഉണ്ടോ നിങ്ങളെ? അതായത് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ 0. 0 വരുന്ന 2 ഡിജിറ്റ് നമ്പർ മൊത്തം എത്ര ഉണ്ട്? വിത്തൗട്ട് വരാത്തത് എത്ര ഉണ്ടെന്ന് നോക്ക്. ടോട്ടൽ നമ്പർ മൊത്തം എത്ര? 2 ഡിജിറ്റ് ഉള്ള നമ്പർ 10 മുതൽ 99 വരെയാണ്. ആണല്ലോ, 2 ഡിജിറ്റ് നമ്പർ 10 മുതൽ 99 വരെ. 2 ഡിജിറ്റ് നമ്പർ മൊത്തം അപ്പോൾ 90 വരുന്നുണ്ട് അല്ലോ. അപ്പോൾ 0 വരുന്ന അതിനകത്തിൽ ഏതൊക്കെയാണ്? നമുക്കറിയാം 10, 20, 30, 40 ഒക്കെയാണ് അത് 0 വരുന്നത്. അപ്പോൾ അത് മൊത്തം കൂടെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഇല്ലേ? മൊത്തം നമ്പർ എത്ര എണ്ണം ഉണ്ട്? 99. അതിൽ 0 വരുന്നത് 9 എണ്ണം. 90ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ ബാക്കി വിത്തൗട്ട് എത്ര വരുന്നുണ്ട്? 81. വിത്ത് എത്ര ഉണ്ട്? വിത്ത് 0 വരുന്നത് 9 എണ്ണവും 0 വരാത്തത് 81 എണ്ണവും. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? 2 ഡിജിറ്റ് നമ്പറിൽ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ എത്ര? ടെസ്റ്റിലെ ക്വസ്റ്റൻ ആവും നിങ്ങളെ. 2 ഡിജിറ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്യേണ്ട. 11, 1, 1, 2, 2, 3, 3, 4, 4 ഇതെല്ലാം റിപ്പീറ്റ് വരുന്നത്. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 9 നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഡിജിറ്റോ? 3 നമുക്ക് കണ്ടേ 1, 1, 1, 2, 2, 2, 3, 3, 3. അങ്ങനെ പോയി വരുമ്പോഴും അതും എത്ര വരുന്നുണ്ട്? 9 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ ഈ 2 ചാപ്റ്റർ തീർക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളെ. ഓക്കെ, ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും തീർത്തില്ലേ കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും എല്ലാം പോരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. നമുക്ക് 3ാമത്തെ ചാപ്റ്റർ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.